നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം ഉള്ള ഒരു മാസമാണ്. എന്നാലും ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാണ് പറയേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 12-ാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്ക് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ മാറുകയും കർമാധിപതിയോട് ചേർന്ന് മാറുകയും ചെയ്യുന്നത് കാരണം തൊഴിൽ മേഖലയിൽ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് അഷ്ടമത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക സ്കില്ലുള്ളവർക്കൊക്കെ 4 പേരറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ശുക്രനൊന്ന് അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ അപകീർത്തി പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തായാലും 7-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടും ദോഷങ്ങളും തടസ്സങ്ങളും ഉണ്ടാകില്ല. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. എങ്കിലും ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്വയം നല്ലത് എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളും വിഷമങ്ങളും ആകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും 2ാമതും 3ാമതും ചിന്തിച്ചതിന് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എടുത്തുചാടി ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗത്തിലെ ശശമഹായോഗം ചെയ്താണെങ്കിൽ പോലും ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന ശനി, ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ശനി കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷത്തെ ചെയ്യും. അപ്പോൾ കണ്ടകശനിയുടെ ദോഷം വരുമ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനയന്തി, മനോഭീതി വന്ന അപ്പോൾ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുക, ധനനഷ്ടം ഉണ്ടാക്കുക, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ ചെയ്യും. അത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ തന്നെയാണ് 5ാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹു 5ൽ നിന്നാൽ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ, മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അനുഭവിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം പാപയോഗം ചെയ്തിട്ടാണ് 7ാം ഭാവത്തിൽ 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത്. പക്ഷേ 5ാം ഭാവാധിപതി 7ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മനസ്സിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് എന്നാൽ അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ ഭാര്യയ്ക്കുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ലാഭസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം ചില സമയത്ത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുക എന്ന് പറയുന്നൊരു തടസ്സം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിപുണായോഗമുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും കഴിയുമെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തിട്ട് വളരെ ചിന്തിച്ചും ശ്രദ്ധിച്ചും മാത്രം സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ബുധശുക്ര യോഗം വന്നതും അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം കൊണ്ട് മദ്യപാനം പോലെയുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധ വർദ്ധിക്കുകയും അത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ദോഷമായിട്ട് വരാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസാരം അസത്യമായിട്ട് നമ്മൾ സംസാരിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ ഇടവരാനുള്ള സാധ്യത, കളവ് പറഞ്ഞു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള സംസാരം നമ്മൾ വിശ്വസിക്കുന്നത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അസത്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ, ബുദ്ധിമുട്ട് അനുഭവിക്കാനിട വരും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ദോഷഫലങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.